ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ പോകുന്നത് ശംഖുമുഖം ബീച്ചിലേക്കാണ്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ട്രിവാൻഡ്രം എയർപോർട്ടിൻ്റെ സൈഡിൽ കൂടെയാണ്. ആൻഡ് ദിസ് ഈസ് ദ ലുലു മാൾ. ഇന്ന് നമ്മൾ 3 ഡെസ്റ്റിനേഷൻസാണ് കവർ ചെയ്യുന്നത്: ശംഖുമുഖം, വേളി ആൻഡ് ഫൈനലി കോവളം ബീച്ച്. ആൻഡ് കോവളം ബീച്ചിലാണ് നമ്മുടെ സ്റ്റേ. ഇത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ മിലിറ്ററി ഹെലികോപ്റ്ററാണ്. ഇത് നമ്മൾ കാലങ്ങളായിട്ട് ഇവിടെ കാണുന്നതാണ്, ബട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാറുണ്ട്. ആൻഡ് സൈഡിൽ നമുക്ക് ഐക്കോണിക് സ്റ്റാച്ചു കാണാം ശംഖുമുഖം ബീച്ചിലത്തെ. ട്രിവാൻഡ്രം വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശംഖുമുഖം വിസിറ്റ് ചെയ്തിട്ടേ പോകാറുള്ളൂ. പോലീസ് സ്റ്റാച്ചു ഒക്കെ ഇവിടെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ആൻഡ് ഇത് ബീച്ചിലേക്ക് പോകുന്ന വഴിയിലുള്ള ഷോപ്സാണ്. ആൻഡ് ഈ ഒരു കൺസ്ട്രക്ഷൻ ഇവിടെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് എന്താണ് കറക്റ്റ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ബട്ട് നമുക്ക് പോകുന്ന വഴിക്ക് അവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ ഇവിടെ ചെറിയ ചെറിയ ഫുഡ് സ്റ്റോൾസും സീ ഫുഡ്സൊക്കെ കിട്ടും ഇവിടെ. ആൻഡ് ഫൈനലി ദ ബീച്ച്. ഈ ബീച്ച് ഇപ്പോൾ ആക്ച്വലി കൺസ്ട്രക്ഷൻ നടക്കണതുകൊണ്ട് ഇവിടെ ക്ലോസ്ഡ് ആണ്. ഇവിടെ കരിങ്കല്ലിട്ടിട്ട് തിര വരാണ്ടിരിക്കാൻ വേണ്ടി ഒന്ന് റീകൺസ്ട്രക്റ്റ് ചെയ്യാണ് അവിടെ. ബീച്ചിൻ്റെ സൈഡിലായിട്ട് തന്നെ നമുക്ക് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽസ് കൊണ്ടൊരു കിളീനെ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചത് കാണാൻ സാധിക്കും. ആൻഡ് ഈ മോണിമെൻറ്റിൻ്റെ അടിയിലൊക്കെ നിറച്ച ആൾക്കാരുണ്ട് ഇവിടെ. ആൻഡ് ഈ ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ വേളിയിൽ പോയി. ഇത് ആക്ച്വലി വേളി ലേക്ക് ടൂറിസ്റ്റ് വില്ലേജ് എന്നാണ് നമുക്ക് ഗൂഗിൾ മാപ്സിൽ അടിച്ചു കൊടുത്താൽ കാണാൻ സാധിക്കുക. ഇവിടെ ആക്ച്വലി പാർക്ക് പോലെ പണിതിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ റെയിൽവേ ട്രാക്ക് ഉണ്ട് ആൻഡ് ഒരു ചെറിയ ട്രെയിൻ പാസ് ചെയ്യും. ഇതാണെന്ന് ഞാൻ പറഞ്ഞ റെയിൽവേ ട്രാക്ക്. ഈ ട്രെയിൻ ഫ്രീക്വൻ്റ് ആയിട്ട് പോവില്ല. ഞങ്ങൾ ആക്ച്വലി ഒരു 2 PM ഒക്കെ ആയപ്പോഴാണ് അവിടെ എത്തിയത്. അപ്പോൾ ആ ടൈമിൽ അത് ഉണ്ടായിരുന്നില്ല. ആൻഡ് ഇത് നേരെ പാലാണ്. ഈ പാലത്തിൻ്റെ അപ്പുറത്തേക്ക് കൂടെ റെയിൽവേ ട്രാക്ക് ഉണ്ട്. ട്രെയിൻ പോകാനുള്ള പാലമുണ്ട് അതിൽ കൂടെ. ഇത് നേരെ പോകുന്നത് നമുക്ക് കടലും കായലും മിക്സ് ആവുന്നൊരു സ്പോട്ടുണ്ട്. അവിടേക്കാണ്. ഞാനത് ആദ്യമായിട്ടാണ് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇതൊരു ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റാണ്. ആക്ച്വലി ഇതിപ്പോൾ ക്ലോസ്ഡ് ആണ്. മെയിൻ്റെനൻസിൻ്റെ ഭാഗമായിട്ട് ക്ലോസ്ഡ് ആയതാണെന്നാണ് പറഞ്ഞത്. ആൻഡ് നമുക്കതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു ഫ്ലോട്ടിംഗ് സ്റ്റേജ് പോലെ കാണാൻ സാധിക്കും. ഇത് എന്തിനാണ് ശരിക്കും അറിഞ്ഞുകൂടാ. ലൈക്ക് എന്തെങ്കിലും ഫങ്ഷൻസ് നടത്താനാണോ എന്നൊരു ഡൗട്ടുണ്ട് ഇവിടെ. കാരണം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഗാലറി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ആൾക്കാർക്ക് ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട്. സോ മോസ്റ്റ്ലി എന്തെങ്കിലും പരിപാടികളോ എന്തെങ്കിലും സ്പീച്ചസോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഇവിടെ ബോട്ടിംഗ് ഉണ്ട് ആക്ച്വലി, ബട്ട് ഫ്രീക്വൻ്റ് ആയിട്ടില്ല അത്. ഞങ്ങളിവിടെ പോയത് ആക്ച്വലി 2 PM തൊട്ടിട്ടൊരു 3:30 വരെയാണ്. ബട്ട് ഇത് കവർ ചെയ്യാൻ ഞാൻ പ്രിഫർ ചെയ്യണത് ഒരു ഈവനിങ് ടൈമാണ്. കാരണം ഈ സമയത്ത് ഭയങ്കര വെയിലാണ്. ആൻഡ് ഫൈനലി ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കടലും കായലും ഒന്നിക്കണ സ്ഥലം. ഇത് നമ്മുടെ അടുത്ത് കാണുന്ന കായലാണ്. ഓപ്പോസിറ്റ് ആ ഒരു തിരയുടെ ഭാഗത്തായിട്ട് കാണുന്നത് കടലാണ്. സോ ഇവിടെ മാത്രമാണ് ഇങ്ങനെ കാണാൻ സാധിക്കുക. പിന്നെ ട്രിവാൻഡ്രത്ത് തന്നെ വേറെയും ഒരു ബീച്ചിൽ കാണാൻ സാധിക്കും ഇങ്ങനെ. അപ്പോൾ അത് നമ്മൾ അടുത്ത ദിവസം പോകുന്നുണ്ട് അങ്ങോട്ട് ഒരു ബോട്ടിംഗ് വഴിയായിട്ട്. അങ്ങനെ ഫൈനലി നമ്മൾ കോവളം റീച്ച് ചെയ്തു. കോവളം ആക്ച്വലി ഒരു 15-20 ഇയേഴ്സ് ബാക്ക് പോയതാണ്. അത് ഞാൻ വളരെ ചെറിയ കുട്ടി ആയിരുന്നപ്പോൾ പോയതാണ്. അന്ന് ഇവിടെ ആക്ച്വലി ഇത്രയും ഷോപ്സ് ഉണ്ടായിരുന്നില്ല ഈ കടലിൻ്റെ സൈഡിലായിട്ട്. ഇന്നൊരു മിനി വർക്കല പോലെ ആയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ എത്തിയ വഴിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ട് ആദ്യം തന്നെ ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. ഈ വഴികളുടെ സൈഡിലായിട്ട് നമുക്ക് കുറേ സീ ഫുഡ് കഫേസ് കാണാൻ സാധിക്കും. അതിൽ അത്യാവശ്യം ഒരു തിരക്കുള്ള കഫേയിൽ കയറി ഞങ്ങൾ കഴിക്കായിരുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ വ്യൂ കാണുന്നത് കറക്റ്റ് കടലിലാണ്. ഒരു പ്രോൺസ് ബിരിയാണിയും ഒരു ഫിഷ് ബിരിയാണിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. പിന്നെ നല്ല കാറ്റായതുകൊണ്ട് പപ്പടമൊക്കെ കയ്യിൽ തന്നെ പിടിച്ചിരിക്കണം, ഇല്ലെങ്കിൽ പപ്പടം കാറ്റത്ത് തന്നെ പറന്നു പോകും. പിന്നെ അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ തന്നെ ഇരുന്നു. ഈ ആംബിയൻസിൽ കടലും നോക്കി ഫുഡ് കഴിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര റയറായിട്ട് കിട്ടുന്നതാണ്. ആൻഡ് ഫൈനലി ദ കോവളം ബീച്ച്. നൈറ്റ് ടൈമിൽ ബീച്ചിനെക്കാട്ടും രസം അവിടുത്തെ ഷോപ്സാണ്. കഫേസ്, ബാർസ്, റെസ്റ്റോറൻറ്റ്സ്, എവറിത്തിങ്. ഞങ്ങൾ സ്റ്റേ ചെയ്തത് ഇതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടുള്ള ഒരു റിസോർട്ടിലാണ്.
ആൻഡ് അറ്റ് ദി എൻഡ് ഞങ്ങൾ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡ് വരെ വെറുതെ നടന്നു. ഈ നൈറ്റ് ടൈമിൽ ആക്ച്വലി ഈ സ്ട്രീറ്റ് നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ വണ്ടർഫുൾ ഫീലിംഗ് ആൻഡ് ഇറ്റ്സ് സേഫ് ഓൾസോ. നമുക്കിവിടെ കുറേ മീനുകളൊക്കെ വിൽക്കാൻ വെച്ചത് കാണാം. ഇത് ആക്ച്വലി റെസ്റ്റോറൻറ്റ്സിൻ്റെ പുറത്ത് വെച്ചിട്ടുള്ളതാണ്. നമുക്ക് സീ ഫുഡ് ഏത് ഫുഡ് വേണമെന്ന് പറഞ്ഞാൽ അവർ അതിൽ നിന്ന് എടുത്തിട്ടാണ് കറി വെച്ചിട്ട് തരിക. ആൻഡ് ബീച്ചിലോട്ട് നേരെ നോക്കിയാൽ നമുക്ക് അവിടെ ലൈറ്റ് ഹൗസിൻ്റെ ലൈറ്റ് കാണാം കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഫൈനലി ദിസ് ഈസ് ദ മോർണിംഗ് വ്യൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോർണിംഗിലാണ് നമുക്ക് ബീച്ച് കാണാൻ കുറച്ചുകൂടി രസം ഉണ്ടാവുക. രാത്രിയും ഇറങ്ങാം, ബട്ട് മോർണിംഗ് ആകും കുറച്ചുകൂടി രസം. ആൻഡ് ഇവിടെ നമുക്കിങ്ങനെ റെൻറ്റിന് കിട്ടും, ബെഡ് പോലെ അതുമൊക്കെ എടുക്കാൻ സാധിക്കും. ഇവിടെ നോക്കിയാൽ നമുക്ക് ലൈറ്റ് ഹൗസ് കാണാൻ സാധിക്കും. ആക്ച്വലി ഞങ്ങൾ ലൈറ്റ് ഹൗസിൽ പോയില്ല, ബട്ട് നമുക്കതിൻ്റെ മുകളിൽ വരെ കയറാൻ പറ്റും എന്നാണ് ഞാൻ കേട്ടത്. നമുക്ക് അടുത്ത സ്ഥലം കവർ ചെയ്യാനുള്ളത് കൊണ്ട് ഇവിടെ നിന്ന് നേരെ പോയി. ഇന്ന് ഞങ്ങൾ ലഞ്ച് കഴിച്ചത് ഇന്ത്യൻ കോഫി ഹൗസിലാണ്. ഇത് ആക്ച്വലി ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് കോഫി ഹൗസാണ്. ഇവിടെ നമുക്ക് തിരിഞ്ഞ് വേണം കയറാൻ വേണ്ടിയിട്ട്. നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഓരോ സൈഡുകളിലായിട്ടാണ്. അപ്പോൾ ഇവർ ഫുഡ് സപ്ലൈ ചെയ്യുക, അവരിങ്ങനെ മുകളിൽ കയറിയിട്ടാണ്. അപ്പോൾ ആൾക്കാരുടെ കൗണ്ട് അനുസരിച്ചിട്ടാണ് മുകളിലേക്ക് പോവുക. ഇത് ആക്ച്വലി ഒരു പഴയൊരു ബിൽഡിംഗ് ആണ്, ബട്ട് ഇവിടുത്തെ ഫുഡും സൂപ്പറാണ്. ആൻഡ് ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ കഴിക്കാൻ വേറെ എവിടെയും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല.